Timeline Center's YouTube ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലടുത്തായിട്ട് പറയാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. Real gases do not obey ideal gas equation at all conditions of temperature and pressure. അതായത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞിരുന്നു PV = nRT. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ റിയൽ ഗ്യാസസ് ഇതിനെ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. This can be understood from the PV against P graphs for different gases. ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് PV against P graphs for different gases. ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ PV against P graphs നോക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. For ideal gases PV is constant for any pressure. ഐഡിയൽ ഗ്യാസിന് എന്തായിരിക്കും PV എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. So the graph obtained is a straight line parallel to the pressure axis. Pressure axis എന്ന് പറയുന്നത് x axis. ഇവിടെ കാണാം PV against P പ്ലോട്ട് ചെയ്ത് പ്രഷർ ആക്സിസ് എന്ന് പറയുന്നത് x ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്തുണ്ടായിരിക്കുക PVയുടെ വാല്യൂ ഉണ്ടായിരിക്കുക. PV എന്നുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസ് ആയിരിക്കും. ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം PV ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കേസിൽ PV ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് PVയുടെ വാല്യൂം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബട്ട് ഫോർ CO ആൻഡ് CH4 ദ വാല്യൂ ഓഫ് PV ഫസ്റ്റ് ഡിക്രീസസ് റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്. അതായത് ഫസ്റ്റ് ഡിക്രീസസ് ആദ്യം ഡിക്രീസ് ചെയ്യും. ഇവിടെ നിന്ന് കാണാം നമുക്ക് ഈ റെഡ് ലൈന് CO-ൻ്റെയും CH4-ൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്താൽ ഈ റെഡും ഇവിടെ CO-ൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ആദ്യം ഡിക്രീസ് ചെയ്യും, പിന്നെ ഒരു മിനിമം വാല്യൂ റീച്ച് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും. അതാണ് CO-ൻ്റെയും CH4-ൻ്റെയും കേസിൽ PV against P പ്ലോട്ട് ചെയ്യുമ്പോൾ കാണാവുന്നത്. ആദ്യം ഡിക്രീസ് ചെയ്ത് ഒരു മിനിമത്തിൽ എത്തി പിന്നെ ഇൻക്രീസ് ചെയ്യും. അതാണ് CO-ൻ്റെയും CH4-ൻ്റെയും PV against P ഗ്രാഫ് എന്ന് പറയുന്നത്. The deviation from ideal behavior can be measured in terms of compressibility factor Z. അതായത് ഈ ഐഡിയൽ ബിഹേവിയർ എന്നുള്ള ഡീവിയേഷൻ ഏത് വെച്ച് മനസ്സിലാക്കാം compressibility factor Z വെച്ച് മനസ്സിലാക്കാം. which is the ratio of product PV and nRT. അതായത് ഇത് റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് PV ആൻഡ് nRT. ഇത് ഏത് തമ്മിലുള്ള റേഷ്യോ ആണ് PVയും nRTയും തമ്മിലുള്ള റേഷ്യോ ആണ്. മാത്തമാറ്റിക്കലി Z = PV/nRT. Z എന്ന് പറയുന്നത് PV/nRT ആണ് Z-ൻ്റെ ഇക്വേഷൻ. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയും. ഈ Z-നെ എന്ത് പറയും കംപ്രസിബിലിറ്റി ഫാക്ടർ. ഫോർ ഐഡിയൽ ഗ്യാസ് Z = 1. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്തായിരിക്കും PV = nRT ആയിരിക്കും. അതുകൊണ്ട് തന്നെ Z = 1 അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ Z-ൻ്റെ വാല്യൂ 1 ആണ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. So the graph of Z versus P will be a straight line parallel to pressure axis. Z versus P ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്താണ് Z-ൻ്റെ വാല്യൂ 1 ആണ്, എപ്പോഴും 1 ആണ്. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടുണ്ട് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഈ ബ്ലാക്ക് ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫോർ റിയൽ ഗ്യാസസ് വാല്യൂ ഓഫ് Z ഡീവിയേറ്റ്സ് ഫ്രം യൂണിറ്റി. റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ഈ Z-ൻ്റെ വാല്യൂ യൂണിറ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. CH4-ൻ്റെയും CO2, O2, H2, N2 അവയുടെയൊക്കെ ഗ്രാഫ്സ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ Z-ൻ്റെ വാല്യൂ എപ്പോഴും എന്തല്ല 1 അല്ല. അതായത് ഇവയൊക്കെ എപ്പോഴും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണം എന്നില്ല. ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറിൽ ഇവയൊക്കെ ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നില്ല. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. From the graph it is clear that all gases behave ideally at low pressure. ലോ പ്രഷറിൽ എന്താണ് ഇവിടെ P ഒക്കെ എടുക്കുമ്പോൾ Pയുടെ ഗ്രാഫ് അല്ല Z against P നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലോ പ്രഷറിൽ ഇവിടെയൊക്കെ Z വാല്യൂ 1 ആണ്. അപ്പോൾ എന്താണ് ലോ പ്രഷറിൽ ഇവ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ
ഒബേ ചെയ്യുന്നുണ്ട്. ആസ് ദ പ്രഷർ ഇൻക്രീസസ് ദ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ആൾസോ ഇൻക്രീസസ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടേക്ക് സെഡ് വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയി, യൂണിറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് സെഡ് വാല്യൂ 1 എന്നുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയി കാണാൻ പറ്റുന്നുണ്ട്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഇവ ഡീവിയേറ്റ് ചെയ്യുന്നു. ദ ഡീവിയേഷൻ ഫ്രം റിയൽ ഗ്യാസസ് deviation from real gases from ideal behavior. The deviation of real gases from എന്നല്ല, deviation of real gases from ideal behavior is due to, ഇവിടെ deviation from എന്നല്ല, deviation of real gases from ideal behavior is due to wrong assumptions of kinetic theory of gases. അപ്പോൾ ഈ ഡീവിയേഷൻ, ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷന് കാരണം, റിയൽ ഗ്യാസസിൻ്റെ ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷൻസിന് കാരണം എന്താണ്? റോങ് അസംഷൻസ് ഇൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ കുറച്ച് റോങ് അസംഷൻസ് ആണ് ഇതിന് കാരണം. അതായത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ ചില റോങ് അസംഷൻസ് ഉണ്ട്, അതാണ് പറയുന്നത്. അവ ഏതൊക്കെയാണെന്നുള്ളത്. The actual volume of the molecules is negligible compared to the volume of the gas. അതായത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസിൽ പറഞ്ഞിരുന്നു, ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ദി ഗ്യാസ്. വോളിയം ഓഫ് ദി ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ വോളിയം ഓഫ് മോളിക്യൂൾസ് എന്താണ്? നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് റോങ് ആണ്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, there is no force of attraction between the gas particles. ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലയെന്ന് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസിൽ പറഞ്ഞിരുന്നു. അതും ഒരു റോങ് അസംഷനാണ്. അതുകൊണ്ട് തന്നെ ദീസ് ടു അസംഷൻസ് ബിക്കം റോങ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഈ രണ്ട് അസംഷൻസ് എപ്പോൾ റോങ് ആകുന്നുണ്ട്? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ ഈ അസംഷൻസ് റോങ് ആണ്, തെറ്റാണ്. വെൻ ദ പ്രഷർ ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ the volume of the gas decreases, ഗ്യാസിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. then the volume of the gas molecules is also considered. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ the volume of the gas decreases, ഗ്യാസിൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രഷർ ഹൈ ആവുമ്പോൾ വോളിയം ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസും കൺസിഡർ ചെയ്യേണ്ടി വരും. അറ്റ് ദിസ് കണ്ടീഷൻ there arises intermolecular force of attraction. intermolecular forces of attraction, അതായത് ഈ ഹൈ പ്രഷറിൽ മോളിക്യൂൾസ് ഒക്കെ അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും അവിടെ ഉണ്ടാകുന്നുണ്ട്. ദസ് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ഈ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എപ്പോഴാണ് ഒബേ ചെയ്യുന്നത്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഓർ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. അതായത് ഈ ലോ ടെമ്പറേച്ചർ ഇതിൽ വരുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, അതായത് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവുമ്പോൾ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തമ്മിൽ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ ലോ ആവുമ്പോൾ ഇതിൻ്റെ എനർജി കുറവായിരിക്കും മോളിക്യൂൾസിൻ്റെ. അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറച്ച് ഉണ്ടായിരിക്കും. അതായത് അവ എനർജറ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ടെമ്പറേച്ചർ റേറ്റ് എങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ എന്നുള്ളൊക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി
പറഞ്ഞതാണ്. അതായത് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ നമ്മൾ ഏതിനായിട്ട് റിലേറ്റ് ചെയ്യുക? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ ഹൈ എനർജറ്റിക് ആയിരിക്കും, നല്ല മൂവിങ് ആയിരിക്കും പാർട്ടിക്കിൾസ്. അപ്പോൾ അവ തമ്മിലുള്ള മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അതുപോലെ ലോ ടെമ്പറേച്ചറിൽ ഈ മൂവ്മെൻറ്റ് ഓഫ് എനർജി കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര മൂവ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ. അപ്പോൾ അവ തമ്മിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അതാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ആണ്. കാരണം ഐഡിയൽ ബിഹേവിയറിൽ എന്തില്ല? ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതായത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് പറഞ്ഞിരുന്നു, അതിൽ ഏതില്ല? ദെയർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഐഡിയൽ ബിഹേവിയറിൽ അതില്ല. പക്ഷേ റിയൽ ഗ്യാസസിൻ്റെ കേസിൽ അതുണ്ട്. അതെങ്ങനെയാണ് പ്രഷറായിട്ടും ടെമ്പറേച്ചറായിട്ടും റിലേറ്റ് ചെയ്തിരുന്നത്? പ്രഷറായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുമ്പുള്ള ഈ പാരഗ്രാഫിൽ പറഞ്ഞു. അതുപോലെ ടെമ്പറേച്ചറായിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റിയൽ ഗ്യാസസ് ഒബേ, അതായത് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ്. അതുപോലെ അപ്പോൾ ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. ബൈ കൺസിഡറിങ് ദി അബവ് ടു അസംഷൻസ് വാൻ ഡെർ വാൾ പ്രൊപ്പോസ്ഡ് ആൻ ഇക്വേഷൻ വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു റിയൽ ഗ്യാസസ്. അപ്പോൾ ഈ രണ്ട് അസംഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ വാൻ ഡെർ വാൾ ഒരു ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്തു. ദ ഇക്വേഷൻ ഈസ് നോൺ ആസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എന്താ അറിയപ്പെടുന്നു? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽ ടു എൻ ആർ ടി. അതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ പി ഈസ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. പി എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഗ്യാസ്, വി ഈസ് ദി വോളിയം, ആർ ഈസ് ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ഈസ് ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, എൻ ഈസ് ദി നമ്പർ ഓഫ് മോൾസ്. ഇവിടെയുള്ള എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. എ ആൻഡ് ബി ആർ കോൾഡ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. ഇതിലുള്ള എയും ബി എന്താണ്? വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. എ ഈസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസ് വിത്തിൻ ദി ഗ്യാസ്. എ എന്നുള്ളത് എന്തിൻ്റെ മെഷറാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു മെഷറാണ്. അതായത് പി പ്ലസ് ഈ എ എന്നുള്ള ടേമാണ് എ എന്നുള്ള എയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ടേമാണ് വരുന്നത്. അതായത് പ്രഷറിൻ്റെ കൂടെയാണ് എ എന്നുള്ള ഇത് വരുന്നത്. എയും അതിൻ്റെ കൂടെയുള്ള ടേംസും വരുന്നത്. അതായത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസും പ്രഷറും റിലേറ്റ് ആയി കിടക്കുകയാണ്. പ്രഷർ ഹൈ ആകുമ്പോൾ എന്തായിരിക്കും? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് കൂടും. അതുപോലെ പ്രഷർ ലോ ആകുമ്പോൾ ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പോൾ അതിനനുസരിച്ച് എ റിലേറ്റ് ആയി കിടക്കുന്നത്. പിയുടെ കൂടെ എ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എ എന്തിനെ റിലേറ്റ് ആയി കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിയുടെ കൂടെയാണ് എ വരുന്നത്. അപ്പോൾ എന്തിനായിട്ട് റിലേറ്റ് ആയി കിടക്കുകയാണ്? പ്രഷർ ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് റിലേറ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ എ എന്നുള്ളതും ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് റിലേറ്റ് ആയി കിടക്കുകയാണ്. അതുപോലെ ബി എന്നുള്ളത് ഏതിൻ്റെ കൂടെയാണ്? വോളിയത്തിൻ്റെ കൂടെയാണ് ബി വന്നിട്ടുള്ളത്, വി മൈനസ് എൻ ബി. അതായത് വോളിയത്തിൻ്റെ കൂടെയാണ് ബി വന്നിട്ടുള്ളത്. ബി ഈസ് റിലേറ്റഡ് ടു ദി വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ്. ബി എന്നുള്ളത് എന്തിനായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുകയാണ്? വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ്. ഈ ഗ്യാസിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയമായിട്ട് റിലേറ്റ് ആയി കിടക്കുകയാണ് എന്ത്? ബി എന്നുള്ളത്. അപ്പോൾ ഈ ബി എന്നുള്ളത് ടോട്ടൽ വോളിയത്തെ ബാധിക്കുന്ന ഒന്ന്. ഈ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയത്തെ അത് ബാധിക്കും. അതാണ് ബി എന്നുള്ളത് റിലേറ്റ് ആയി കിടക്കുന്നത്. ബി ഈസ് റിലേറ്റഡ് ടു ദി വോളിയം ഓഫ് ദി പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെയുള്ള വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഗ്യാസ് ആണ്. അത് ഈ ബി എന്ന് പറയുന്നത് റിലേറ്റ് ആയി കിടക്കുന്നത് ഏതിനാണ്? വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ്. വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ആ വോളിയം എത്രയാണോ, ആ ഗ്യാസിൻ്റെ വോളിയം എത്രയാണോ, അതാണ് വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. ബി ഏതിനായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ദ യൂണിറ്റ് ഓഫ് എ ഈസ്
L square atm mole raised to -2. L square എന്ന് പറയുന്നത് ലിറ്റർ സ്ക്വയർ atm മോൾ റേസ് ടു -2. അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? പ്രഷറിൻ്റെ യൂണിറ്റ് ഇട്ട് കൊടുത്ത് എന്നിന് യൂണിറ്റ് ഇല്ല, വി എന്നുള്ളത് വോളിയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് വെച്ച് ഈ എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്നുള്ളതിൻ്റെ യൂണിറ്റ് ഏതിനായിട്ട് ഇക്വേറ്റ് ചെയ്യുക? പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എൻ്റെ യൂണിറ്റ് കണ്ടെത്താം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ കാര്യം. ആൻഡ് ദാറ്റ് ഓഫ് ബി ഈസ് ലിറ്റർ മോൾ ഇൻവേഴ്സ്. ബീൻ്റെ യൂണിറ്റ് എന്നുള്ളത് ലിറ്റർ മോൾ ഇൻവേഴ്സ് എന്നാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ് എന്നിന് യൂണിറ്റ് ഇല്ല എന്നല്ല, എന്നിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ, നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ എന്നിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ. അപ്പോൾ ബീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ മോൾ ഇൻവേഴ്സ്. നേരത്തെ ഡിസ്കസ് ചെയ്ത ഞാൻ പറഞ്ഞു എന്നിന് യൂണിറ്റ് ഇല്ല, എന്നിന് യൂണിറ്റ് ഉണ്ട്, മോൾ എന്നാണ് എന്നിൻ്റെ യൂണിറ്റ്. ദ ടേം എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഈസ് റിലേറ്റഡ് ടു പ്രഷർ കറക്ഷൻ. അതായത് പ്രഷറിൻ്റെ കൂടെയാണല്ലോ എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ വരുന്നത്. അപ്പോൾ എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്താണ്? പ്രഷർ കറക്ഷൻ. അതുപോലെ എൻ ബി എന്നുള്ള ടേം വോളിയം കറക്ഷനുമാണ്. വിയുടെ കൂടെയാണ് എൻ ബി വരുന്നത്. അപ്പോൾ എൻ ബി എന്നുള്ള ടേം വോളിയം കറക്ഷനും അതുപോലെ എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്നുള്ളത് പ്രഷർ കറക്ഷനായിട്ടും അറിയപ്പെടുന്നു. ഇനി അടുത്ത് പറയുന്നത് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്താണെന്നുള്ളതാണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ ആൻ അപ്രഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. അതായത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ടെമ്പറേച്ചർ ഓവർ ആൻ അപ്രഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ, ഒരു അപ്രഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷറിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റിയൽ ഗ്യാസസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ്. ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദി ഗ്യാസ്. ഈ ബോയിൽ പോയിന്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? നാച്ചർ ഓഫ് ദി ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഇനി അടുത്തായി പറയാൻ പോകുന്നത് ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസ്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്, ഗ്യാസിനെ എങ്ങനെ ലിക്വിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസിനെ എങ്ങനെ ലിക്വിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ അറ്റ് ലോ ടെമ്പറേച്ചർ. ഗ്യാസസിനെ എങ്ങനെ ലിക്വിഫൈ ചെയ്യാം? അപ്ലൈയിങ് പ്രഷർ, ലോ ടെമ്പറേച്ചർ ആക്കിയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. അതായത് അപ്ലൈയിങ് പ്രഷർ അറ്റ് ലോ ടെമ്പറേച്ചർ, അങ്ങനെയാണ് ഗ്യാസസിനെ ലിക്വിഫൈ ചെയ്യുന്നത്. ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC. ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്, അതായത് ആ ടെമ്പറേച്ചറിന് താഴെ മാത്രമേ ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാസിനെ. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെയാണ് ഗ്യാസിനെ പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ TC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദറ്റ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് അറ്റ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടു ലിക്വിഫൈ എ ഗ്യാസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. അതായത് ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു മിനിമം പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രഷറിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. PC. C എന്നുള്ള ലെറ്റർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്രിട്ടിക്കൽ എന്നുള്ളതിനെ. P എന്നുള്ളത് പ്രഷർ, PC. അടുത്ത് പറയുന്നത് ദ വോളിയം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ പ്രഷർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വോളിയം. അതായത് വോളിയം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ്, 1 mole ഓഫ് ഗ്യാസിൻ്റെ വോളിയം എപ്പോൾ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഉള്ള വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ വോളിയം VC. ക്രിട്ടിക്കൽ വോളിയം VC. TC, PC ആൻഡ് VC ആർ കോൾഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. എല്ലാം ക്രിട്ടിക്കൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ TC, PC ആൻഡ് VC ആർ കോൾഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. അതായത് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം. എ ഗ്യാസ് ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് ഈസ് കോൾഡ് വേപ്പർ ഓഫ് ദ ഗ്യാസ്.
A gas below its critical temperature can be liquefied by applying pressure and is called vapor of the gas. അതായത് ഒരു ഗ്യാസിനെ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ലിക്വിഫൈ ചെയ്യാം, പ്രഷർ വെച്ച് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഈസ് കോൾഡ്, അതെന്ത് വിളിച്ചു? വേപ്പർ ഓഫ് ദ ഗ്യാസ് വേപ്പർ എന്ന് വിളിച്ചു. അതായത് ഒരു ഗ്യാസിന് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലിക്വിഫൈ ചെയ്താൽ അതിനെ എന്ത് വിളിക്കുന്നു? വേപ്പർ ഓഫ് ദ ഗ്യാസ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ലിക്വിഫൈ ചെയ്ത ഗ്യാസിനെ വേപ്പർ ഓഫ് ദ ഗ്യാസ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.